ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ ഉപ്പളത്തെ പറ്റിയാണ്. സോൾട്ട് പാൻസ് ഓഫ് കന്യാകുമാരി. നാഗർകോവിൽ മണക്കുടി റൂട്ടിലുള്ള പുത്തളം എന്ന സ്ഥലത്താണ് ഈ ഉപ്പളം സ്ഥിതി ചെയ്യുന്നത്. നാഗർകോവിൽ നിന്നും മണക്കുടിയിലേക്കുള്ള ബസ്സിൽ കയറിയാൽ ഇവിടെ ഇറങ്ങാം. ഇവിടുത്തെ ഒരു ചെറിയ അമ്പലവും ഓഫീസുമാണ് ഈ കാണുന്നത്. ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ പോലും ഇവിടെ കാണാനില്ല. ആ വെള്ള നിറത്തിൽ കൂട്ടിവെച്ചിരിക്കുന്നത് ഉപ്പാണ്, കല്ലുപ്പ്. കെമിക്കൽസ് ഒന്നും ചേരാത്ത ഗുണമേന്മ കൂടിയ ഉപ്പാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനു പുറമെ ചെറിയ ചെറിയ പല ഉപ്പളങ്ങളും ഈ ഏരിയയിലുണ്ട്. ഇത് ഇവിടുത്തെ സോൾട്ട് ഫാക്ടറി ഓഫീസറുടെ ഓഫീസാണ്. അതായത് ഈ ഉപ്പളം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതാണ്. ഇവിടെ വരുന്നത് വരെയും ഞാൻ കരുതിയിരുന്നത് ഈ ഉപ്പളം ഒരു സ്വകാര്യ സംരംഭം ആണെന്നാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കന്യാകുമാരിയിലേക്ക് ടൂർ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഓർമ്മയിലാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ പാരമ്പര്യമായ രീതിയിലാണ് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഉപ്പ് വാരാനും കൂട്ടിയിടാനുമൊക്കെ തടി കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രദേശത്തെ ധാരാളം ആൾക്കാരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ ഉപ്പളങ്ങൾ. ഈ ഉപ്പളത്തിന് പുറമെ കടൽ തീരത്തോട് ചേർന്ന് ചെറുതും വലുതുമായ ധാരാളം ഉപ്പളങ്ങളുണ്ട്. ലോക്കൽ മാർക്കറ്റിലേക്ക് മാത്രമല്ല, വിദേശത്തേക്കും ഈ ഉപ്പ് കയറ്റി അയക്കുന്നുണ്ട്. ഉപ്പളത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകാം. വയലിലെ പോലെ കണ്ടവും അത് വേർതിരിക്കുന്ന വരമ്പുമൊക്കെ ഇവിടെയുമുണ്ട്. വരമ്പുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്ന ഓരോ കണ്ടത്തിലും കടൽ വെള്ളം നിറയ്ക്കും. വേലിയേറ്റ സമയത്താണ് ഇവിടെ വെള്ളം നിറയ്ക്കുന്നത്. അപ്പോഴാണ് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കിട്ടുന്നത്. പമ്പുകൾ ഉപയോഗിച്ച് ഓരോ കണ്ടത്തിലെയും വെള്ളം ഒരേ ലെവലിലാക്കും. സൂര്യപ്രകാശത്തിന്റെ ചൂട് കൊണ്ട് വെള്ളം വറ്റുമ്പോൾ കല്ലുപ്പ് ബാക്കിയാവും. ആ കല്ലുപ്പ് ശേഖരിച്ച് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നു. കൂട്ടിയിട്ടിരിക്കുന്ന ഉപ്പിന്റെ ദൂരെ നിന്നുള്ള ദൃശ്യം. ഇവിടത്തെ കാര്യങ്ങളെപ്പറ്റി കൂടുതലായി എന്തെങ്കിലും അറിയാൻ ഒരു വഴിയുമില്ല. ആരുമില്ല. വിജനമായ സ്ഥലം. പ്യുവർ വൈറ്റ് നിറമാണ് ഉപ്പിന്. മുൻപ് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തെങ്ങിന് വളമിടാനായിട്ടാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ആ കാണുന്ന ചെറിയ ഷെഡ് പമ്പ് ഹൗസാണ്. ഇതുപോലത്തെ ചെറിയ പമ്പ് ഹൗസുകൾ പല ഭാഗത്തായി ഉണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ കെമിക്കൽസ് ചേർത്ത അയോഡൈസ്ഡ് ഉപ്പാണല്ലോ ഉപയോഗിക്കുന്നത്. ദൂരെ കാണുന്ന ആ മല മരുത്തോ മലയാണ്. ഇവിടെ മരുതുവാഴും മല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ബേർഡ് വാച്ചിങ് പോയിന്റ് ഉണ്ട്. അവിടേക്ക് പോകാം. ഗ്രേറ്റ് ഫ്ലമിംഗോസ്, ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ്, ബിഗ് കൊമോറന്റ് തുടങ്ങിയ പക്ഷികളൊക്കെ ഇവിടെ സാധാരണ വരുന്നതാണ്. ചില സമയങ്ങളിൽ പെലിക്കനുകളെയും കാണാൻ കഴിയും. ഗ്രേറ്റർ ഫ്ലമിംഗോസ് ആണ് ഈ ഇരിക്കുന്നത്. വെള്ളയിൽ പിങ്ക് നിറം കലർന്നവയും വെള്ളയിൽ കറുപ്പ് നിറം കലർന്നവയും ഉണ്ട്. ഒറ്റക്കാലിൽ നിൽക്കുന്ന ഫ്ലമിംഗോയെ കണ്ടോ? ആ ചെറിയ പക്ഷികൾ ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റുകളാണ്. ഈ ഗ്രേറ്റർ ഫ്ലമിംഗോകൾ ദേശാടന പക്ഷികളാണ്. മഞ്ഞുകാലമാകുമ്പോഴാണ് ഇവ ഇവിടെ വരുന്നത്. റാൻ ഓഫ് കച്ചിലും ചിൽക്ക തടാകത്തിലും മുംബൈയിലുമൊക്കെയാണ് ഇവ കൂടുതലായി വരുന്നത്. സാധാരണയായി ഇവ ഇന്ത്യയിലെ റാൻ ഓഫ് കച്ചിൽ വന്നതിന് ശേഷമാണ് ഇവിടങ്ങളിലൊക്കെ വരുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ ചെറിയ അമ്പലവും സോൾട്ട് ഫാക്ടറി ഓഫീസുമാണിത്. സൂം ചെയ്തെടുത്ത ദൃശ്യം. ഇതാണ് സോൾട്ട് ഫാക്ടറി. സ്റ്റോറേജ് ഫെസിലിറ്റി മറ്റുമാണ് ഇവിടെ ഉള്ളത്. സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഗ്രേറ്റർ ഫ്ലമിംഗോസ് എന്നും ലെസർ ഫ്ലമിംഗോസ് എന്നും രണ്ടിനമുണ്ട്. ഇത് ഗ്രേറ്റർ ഫ്ലമിംഗോസുകളാണ്. 5 അടിയോളം ഉയരമുണ്ട് ഇവയ്ക്ക്. ലെസർ ഫ്ലമിംഗോസിന് 3 അടി ഉയരവും. നൂറോളം വരുന്ന കൂട്ടങ്ങളായാണ് ഇവ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പക്ഷികളാണിവ. വെള്ളയിൽ കറുപ്പ് നിറമുള്ള ഒരു ഫ്ലമിംഗോ. ഉപ്പ് തടാകങ്ങളും ചെളിയുള്ളതുമായ ആവാസ വ്യവസ്ഥകളാണ് ഇവയ്ക്ക് ഇഷ്ടം. അതുകൊണ്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സോൾട്ട് ഡെസേർട്ടായ റാൻ ഓഫ് കച്ചിൽ ഇവ കൂടുതലായി വരുന്നത്. അവിടെ അന്തരീക്ഷത്തിന്റെ ചൂട് കൂടുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും. നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ഇവയെ ഇന്ത്യയിൽ കാണപ്പെടുന്നത്.
ഇന്ത്യയിൽ ഇവയുടെ ബ്രീഡിംഗ് ഗ്രൗണ്ട് റാൻ ഓഫ് കച്ചിലാണ്. ഇവിടെ നിന്നും അവയുടെ മറ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ടുകളായ ഈസ്റ്റ് ആഫ്രിക്ക, സ്പെയിൻ, UAE, ജർമ്മനി, ഫ്രാൻസ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ആഴ്ചകൾ മുതൽ മാസങ്ങൾ നീളുന്നവയാണ്. ആ ഫ്ലമിംഗോയെ കണ്ടാൽ നടക്കുകയാണെന്ന് തോന്നും. എന്നാൽ സ്ഥാനം മാറുന്നില്ല, വട്ടം കറങ്ങുകയാണ്. ഇര പിടിക്കുകയാണെന്ന് തോന്നുന്നു. ചെറിയ മീനുകളും ആൽഗകളും ഒക്കെയാണ് ഭക്ഷണം. പെയിന്റഡ് സ്റ്റോർക്കാണിത്, ഫ്രോക്കിന്റെ വർഗത്തിൽപ്പെട്ടത്. കണ്ടാൽ പെലിക്കനെ പോലുണ്ട്. പെലിക്കൻ ഈ ഗണത്തിൽപ്പെട്ടതാണോ എന്നറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുമല്ലോ. വരമ്പിലൂടെ നടന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകാം. മണക്കുടി തടാകത്തിൽ നിന്നാണ് ഇവിടെ വെള്ളം കയറ്റുന്നത്. ഇതിന് തൊട്ടടുത്താണ് ആ തടാകം. ശുചീന്ദ്രത്ത് കൂടി ഒഴുകി വരുന്ന പഴയാർ കടലിൽ ചെന്നു ചേരുന്ന പൊഴിയാണ് മണക്കുടി തടാകം. പൊഴിയുടെ ആ ഭാഗമെത്തുമ്പോൾ നല്ല വീതി കൂടുതലാണ്. അവിടുത്തെ ദൃശ്യം വീഡിയോയുടെ അവസാനമുണ്ട്. തൂവെള്ള നിറത്തിലുള്ള കല്ലുപ്പ് കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ? കല്ലുപ്പിന്റെ ഒരു ക്രിസ്റ്റൽ എടുത്ത് രുചിച്ചു നോക്കി. അടിപൊളിയാണ്. വരമ്പത്ത് കൂടി അല്പം നടക്കാം. ദൂരെ ആ മലയും കൂടി ആകുമ്പോൾ നല്ല ദൃശ്യം. കൂട്ടിയിട്ടിരിക്കുന്ന ഉപ്പിനടുത്തേക്ക് പോകാം. ഉപ്പളങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പ് പൊടിയുപ്പല്ല, ക്രിസ്റ്റലുകളാണ്. നാച്ചുറൽ ആണല്ലോ. ഇവിടെ ക്രിസ്റ്റലൈസേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്തേക്കുമല്ലോ. നോക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയിൽ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ ഉപ്പ് വാരിക്കൊണ്ട് പോകില്ലേ? തുറസായ സ്ഥലമായതുകൊണ്ട് നല്ല കാറ്റാണ്. പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ കാറ്റ് വളരെ കൂടുതലാണല്ലോ. അതുകൊണ്ടാണല്ലോ കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി, തൂത്തുക്കുടി ജില്ലകളിൽ വിൻഡ് ഫാമുകൾ ഉള്ളത്. ദൂരെ കാണുന്ന ആ 2 ഗോപുരങ്ങൾ മണക്കുടി സെന്റ് ആൻഡ്രൂസ് ചർച്ചിന്റെയാണ്. ഈ വെള്ളം കാറ്റത്ത് ഒഴുകുന്നത് പോലെ തോന്നുന്നതാണ്. സോൾട്ട് ബാനിന്റെ മധ്യഭാഗത്തുള്ള ഒരു വരമ്പിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണിത്. ആ വരമ്പത്തിരിക്കുന്ന കറുത്ത പക്ഷി ഗ്രേറ്റർ കോർമറന്റ് ആണ്. മറ്റുള്ളവ ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റുകളാണ്. നിരനിരയായി ഫ്ലെമിംഗോകൾ നിൽക്കുന്നത് കണ്ടോ? ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റുകൾ. ഇവയും ദേശാടന പക്ഷികൾ തന്നെയാണ്. ചതുപ്പ് നിലങ്ങളിലും ഉപ്പ് തടാകങ്ങളിലുമൊക്കെ തന്നെയാണ് ഇവയുടെയും ആവാസ വ്യവസ്ഥ. ചെറുമീനുകളും മറ്റും തന്നെയാണ് ഇവയുടെയും ഭക്ഷണം.
കൂട്ടമായി തന്നെയാണ് ഇവയും സഞ്ചരിക്കുന്നതും താമസിക്കുന്നതും. ഫ്ലമിംഗോകൾ പറക്കുന്നത് കണ്ടോ? 5 അടി ഉയരമുള്ളവയാണല്ലോ ഫ്ലമിംഗോകൾ. അതായത് ഒരു സാധാരണ മനുഷ്യന്റെ പൊക്കത്തിനടുത്ത് വരും. 6 അടിയാണല്ലോ മനുഷ്യന്റെ ആവറേജ് ഉയരം. ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റുകൾ കൂട്ടത്തോടെ പറക്കുന്നു. എല്ലാവരും പറക്കുന്നതിനിടയിൽ ഒരേ സമയം തിരിയുന്നത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കുമല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണക്കുടി ലേക്ക്. മണക്കുടി സീ വ്യൂ ബ്രിഡ്ജിൽ നിന്നുള്ള ദൃശ്യം. എന്റെ പിന്നിൽ പൊഴിയാണ്. ആ കാണുന്നത് നേരത്തെ നമ്മൾ പോയ ഉപ്പളമാണ്, അതായത് സോൾട്ട് പാനുകൾ. വേലിയേറ്റ സമയത്ത് പൊഴി മുറിച്ച് ഇവിടേക്ക് തള്ളിക്കയറുന്ന കടൽ വെള്ളമാണ് സോൾട്ട് പാനുകളിൽ നിറയ്ക്കുന്നത്, അതായത് ഉപ്പളത്ത് നിറയ്ക്കുന്നത്. ഫ്ലമിംഗോകളെ കണ്ട ഭാഗം. ഫ്ലമിംഗോകളെ കാണാം. ഈ ലേക്കിൽ ബോട്ടിങ്ങിനും വാട്ടർ സ്പോർട്സിനുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, പാലത്തിന്റെ എതിർവശത്തു നിന്നുള്ള പൊഴിയുടെ ദൃശ്യം. പിന്നിൽ സെന്റ് ആൻഡ്രൂസ് ചർച്ച്. പഴയ തകർന്നുപോയ ഒരു ഇരുമ്പ് പാലമാണിത്. പാലത്തിന്റെ തൂണുകൾ പലതും തകർന്നുപോയി. പാലം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരയ്ക്കും ഗുഡ് ബൈ.